Welcome, dear students. So, we have finished our first chapter. In the previous session, I think we have finished our first chapter, the matter. So, in this session, we are going to start our new chapter. The chapter's name is Force. So, you are all thinking about the second chapter is physical measurements, physical units and measurements. So, why the teacher is not teaching that chapter? But the chapter requires some practical work. So, it will be better if you done the chapter in your school or in a regular class itself. So that's why I am starting a new chapter. The chapter's name is Force. So what is force? എന്താണ് ഫോഴ്സ്? അപ്പം നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ എഫേർട്ട് കൊടുക്കാറില്ലേ? നിങ്ങളിപ്പോൾ ഒരു ഡോർ അടയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വസ്തുവിനെ മൂവ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എന്താണ് നീക്കാറുണ്ട്. നിങ്ങൾ കളിക്കുമ്പോഴായിക്കോട്ടെ, എന്ത് വാട്ട് എവർ വർക്ക്സ് യു ഡു സംതിങ്സ് അല്ലെ, നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതെല്ലാം എന്താണ്? ഒരു എഫേർട്ടാണല്ലേ, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ദ വർക്ക് യു ഡു ഓൾ ഇസ് ദാറ്റ് എന്താണ്? അതെല്ലാം എന്താണ്? ഒരു ഫോഴ്സ് ആണ്. ഇറ്റ്സ് ആൻ എഫേർട്ട് അല്ലെ, നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ കൊടുക്കുന്ന ഒരു എഫേർട്ടാണ്. അതെല്ലാം എന്താണ്? ഇറ്റ്സ് എ ഫോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംപ്ലി എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നിങ്ങൾ ഒരു വസ്തുവിനെ പുഷ് ചെയ്യാനായിക്കോട്ടെ, പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ തള്ളി നീക്കുക, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പുള്ളി ചെയ്യാനായിക്കോട്ടെ, വാട്ട് എവർ വർക്ക് യു ഡു എന്താണ്? യു അപ്ലൈ സർട്ടൻ എഫേർട്ട്. നിങ്ങൾ എന്താണ്? ഒരു സർട്ടൻ എഫേർട്ട് ഇടും. ആൻഡ് ദാറ്റ് എഫേർട്ട് ടു പുഷ് or pull an object is what we call as a force. അതിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഫോഴ്സ് എന്ന് പറയാം. ഈ പുഷ് പുൾ മാത്രമേ ഉള്ളൂ? അല്ല. എന്താണ്? ഒരു വസ്തു, ഇപ്പോൾ സപ്പോസ് ഈ ഒരു വസ്തു എന്റെ കയ്യിൽ ഇരിക്കുന്നു, ഈ ഒരു ഒബ്ജക്ട് അല്ലെ, ഇതിപ്പോ എന്താണ്? ദിസ് ഇസ് ഇൻ റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് ഓർ വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. സോ ഇൻ ഓർഡർ ടു മൂവ് ദിസ് ഒബ്ജക്ട്, ഈ വസ്തുവിനെ ഞാൻ മൂവ് ചെയ്യിക്കണം അല്ലെ, ഇത് റെസ്റ്റ് ഇരിക്കുവാണ്. ഇറ്റ് വിൽ നോട്ട് മൂവ് എന്താണ്? ബൈ ഇറ്റ്സ് ഓൺ. അതിന്റെ സ്വന്തമായിട്ട് അത് മൂവ് ചെയ്യത്തില്ല. ഐ ഹാവ് ടു എന്താണ്? മൂവ് ദിസ് ഒബ്ജക്ട്. ഞാൻ ഒരു ഫോഴ്സ് എഫേർട്ട് കൊടുത്താൽ ഈ വസ്തു എന്ത് ചെയ്യത്തുള്ളൂ? മൂവ് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് എഫേർട്ട് പുട്ട് ബൈ മീ, ഞാൻ കൊടുക്കുന്ന ആ എഫേർട്ട്, അതെന്താണ്? ഇറ്റ്സ് എ ഫോഴ്സ്. എന്താണ്? ഈ വസ്തുവിനെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യിക്കാൻ ഞാൻ കൊടുത്ത ഫോഴ്സ്, ആ എഫേർട്ട് എന്താണ്? ദാറ്റ് ഇസ് വാട്ട് വി കോൾ ഫോഴ്സ്. ദെൻ ഇതിപ്പോ ഉരുണ്ട് വരികയാണ്. ഈ ഉരുണ്ട് വരുന്ന വസ്തുവിനെ എനിക്ക് എന്ത് ചെയ്യണം? പിടിച്ചു നിർത്തണം. സോ ആ വസ്തുവിനെ റെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണം. So in order to stop that object, I have to apply certain effort, or that I have to apply a force. Or force is something which we do, or it's an effort which causes a body to come to rest, or a body to move, or anything which changes the size or shape, or what we do, a push or pull. എന്തുമായിക്കോട്ടെ, നമ്മൾ എന്താണ്? ഒരു വസ്തുവിന്റെ സൈസിനെ, ഷേപ്പിനെ ചേഞ്ച് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ എന്താണ് റെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മോഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നതോ, എന്തുമായിക്കോട്ടെ, അതെല്ലാം നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? ദാറ്റ്സ് ഓൾ. എല്ലാത്തിനും ആ എഫേർട്ടിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? സിംപ്ലി എന്ത് പറയാം? ഫോഴ്സ് എന്ന് പറയാം. സോ ഓർ സിംപ്ലി നമുക്ക് പറയാം, ഇറ്റ് ഈസ് an effort to push or pull or change the shape of a body, or change the shape of a body. അതായത് എന്താണ്? ഒരു ബോഡിയെ എന്താണ്? പുഷ് ചെയ്യുക, വലിക്കുകയോ അതിനെ തള്ളി നീക്കുകയോ, അതുപോലെ എന്താണ്? അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് എഫേർട്ടിനെ നമുക്ക് എന്ത് പറയാം? സിംപ്ലി വി ക്യാൻ സേ ഇറ്റ്സ് എ ഫോഴ്സ്. അതിനെ എന്ത് പറയാം? ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ there are lots of effects, ഒരുപാട് എഫക്ട്സ് ഉണ്ട് ഫോഴ്സിന്. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ എഫക്ട്സ്. നമുക്ക് എന്തൊക്കെയാണ് ഫോഴ്സിന്റെ എഫക്ട്സ് എന്ന് നോക്കാം. സോ നൗ വി ക്യാൻ ലുക്ക് ഓൺ ടു ദ എഫക്ട്സ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ്. ഫോഴ്സ് എന്താണ്? ഇറ്റ് ക്യാൻ മൂവ് an object which is in rest. അല്ലെ, ഒരു റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ കഴിയും ബൈ അപ്ലൈങ് എ ഫോഴ്സ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വഴി എന്താണ്? റെസ്റ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെ, നിങ്ങളിപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ബോൾ എന്തെങ്കിലും ഗെയിംസിൽ ഏർപ്പെടുമ്പോൾ, അല്ലെ, നിങ്ങൾ ഫുട്ബോൾ, നിങ്ങൾ സ്കൂൾ കണ്ടുണ്ടാവില്ല ഫുട്ബോൾ കിക്ക് ചെയ്യുന്നത്, അല്ലെ, റെസ്റ്റ് ഇരിക്കുന്ന ബോഡിയാണ്. അതിനെ മൂവ് ചെയ്യിക്കാൻ നിങ്ങൾ എന്താണ്? ഒരു കിക്ക് എന്ന് പറയുന്നത് സിംപ്ലി എന്താണ്? ഒരു ഫോഴ്സ് ആണ്. സോ യു ആർ അപ്ലൈങ് എ ഫോഴ്സ് ടു മൂവ് ദാറ്റ് ഒബ്ജക്ട്. സോ യു ആർ ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് ബോഡി. ആ ബോഡിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ആണ്. ഏത് സ്റ്റേറ്റ്? റെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. സോ യു ആർ അപ്ലൈങ് എ ഫോഴ്സ്. എന്താണ്? അവിടെ നമ്മൾ എന്താണ്? ഫോഴ്സ്. സോ ഫോഴ്സ് ക്യാൻ മൂവ് ആൻ ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്ന എന്തോ അത് എന്താണ്? ഒരു ഫോഴ്സ് ആണ്. സോ ഇറ്റ് ക്യാൻ, അടുത്തൊരു എഫക്ട് എന്താണ്? ഇറ്റ് ക്യാൻ ബ്രിങ് എ ബോഡി ടു റെസ്റ്റ്. അതിനെന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു റെസ്റ്റ് ഇരിക്കുന്ന ബോഡിയെ മൂവ് ചെയ്യിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു.
The another effect which a force can cause is that it can bring a body to rest. എന്താണ് ഒരു മോഷനിലാണ് ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സപ്പോസ് നിങ്ങൾ എന്താണ് ഒരു ബോൾ കുതിച്ചു വരുന്നു, അതിനെ എന്ത് ചെയ്യാം, നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താണ് മൂവ് ചെയ്യുന്ന ബോഡിയെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താണ് റെസ്റ്റിലേക്ക് എത്തുന്നു. സപ്പോസ് നിങ്ങൾ എന്താണ് സൈക്കിൾ ഓടിക്കുകയാണ് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നു. സൈക്കിൾ ഓടിക്കുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. സൈക്കിൾ ഓടിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ആൻഡ് യു ആർ ബ്രിങ്ങിങ് ദ ബൈസൈക്കിൾ ടു റെസ്റ്റ്. നിങ്ങൾ എന്താണ് അതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ അവിടെ എന്താണ് യു ആർ എന്താണ് ബ്രിങ്ങിങ് എ ബോഡി ഫ്രം ഓഫ് വിച്ച് ഇസ് മൂവിങ് ടു റെസ്റ്റ്. എന്താണ് മൂവിങ് ആയിട്ടുള്ള ബോഡി എന്ത് ചെയ്യുന്നു, റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. അത് എന്ത് അപ്ലൈ ചെയ്യുന്ന വഴി, യു ബൈ അപ്ലൈയിങ് എ ഫോഴ്സ്. സോ അപ്പൊ രണ്ട് എഫക്ട്സ് പറഞ്ഞു. ഇറ്റ് ക്യാൻ മൂവ് ആൻ ഒബ്ജെക്ട് വിച്ച് ഇസ് അറ്റ് റെസ്റ്റ്. എന്താ റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോഡിയെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബ്രിങ് എ ബോഡി ടു റെസ്റ്റ് ആണ്. ബോഡി ടു റെസ്റ്റ് എന്താണ് റെസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. എന്താണ് എത്തിക്കാൻ പറ്റും, ഒരു മൂവിങ് ആയിട്ടുള്ള ബോഡി എന്ത് ചെയ്യാൻ പറ്റും, റെസ്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോഡിയുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലേ. നെക്സ്റ്റ് എഫക്ട് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എഫക്ട് ഇപ്പൊ നമുക്ക് എന്താണ്, നിങ്ങളെല്ലാം ക്രിക്കറ്റ് അല്ലെങ്കിൽ ഷട്ടിൽ പല ഗെയിമുകളിൽ ഏർപ്പെടും, അല്ലെ. ക്രിക്കറ്റിൽ എന്താണ് ഒരു ബോൾ നമ്മുടെ ബാറ്റ്സ്മാൻ നേർക്ക് വരുന്നു, ബാറ്റ്സ്മാൻ അതിനെ എന്താണ് തനിക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ അടിച്ചു വിടുന്നു, അല്ലെ, ഹിറ്റ് ചെയ്യുന്നു. സോ അപ്പോൾ എന്താണ് ഒരു മൂവിങ് ബോഡിയുടെ ഡയറക്ഷനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ആൻ ഒബ്ജെക്ട്. എന്താണ് ഇറ്റ് ക്യാൻ ചേഞ്ച്. സെക്കൻഡ് അടുത്ത എഫക്ട് എന്താണ്, ഇറ്റ് ക്യാൻ ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് എ മൂവിങ് ഒബ്ജെക്ട്, അല്ലെ. ഒരു മൂവിങ് ആയിട്ടുള്ള ഒബ്ജെക്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ എന്തിനു സാധിക്കും, ബൈ അപ്ലൈയിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വഴി വി ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എ മൂവിങ് ഒബ്ജെക്ട്. ഒരു മൂവിങ് ആയിട്ടുള്ള ഒബ്ജെക്ടിന്റെ ഡയറക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പം 3 എഫക്റ്റുകൾ പറഞ്ഞു. റെസ്റ്റിൽ എന്നുള്ള വസ്തു മൂവ് ചെയ്യാൻ സാധിക്കും, മൂവിങ് ബോഡിയെ റെസ്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആൻഡ് അനദർ വൺ ഈസ് വി ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ആൻ ഒബ്ജെക്ട്. ഒരു മൂവിങ് ഒബ്ജെക്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അല്ലെ. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു കേസ് നമുക്ക് എന്താണ്, വി ക്യാൻ മേക്ക് ദ ബോഡി മൂവ് ഫാസ്റ്റർ ഓർ സ്ലോ. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് സ്പീഡിനെ നമുക്ക് എന്താണ്, അത് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യിക്കണോ സ്ലോവർ ആയിട്ട് മൂവ് ചെയ്യിക്കണോ നമുക്ക് തീരുമാനിക്കാം. ഇറ്റ് ക്യാൻ മേക്ക് എ മൂവിങ് ഒബ്ജെക്ട് ഫാസ്റ്റർ ഓർ സ്ലോവർ, അല്ലെ. ഒരു മൂവിങ് ഒബ്ജെക്ടിനെ എന്താണ് മൂവ് ഫാസ്റ്റർ, ക്യാൻ മേക്ക് മൂവിങ് ഒബ്ജെക്ട് മൂവ് ഫാസ്റ്റർ ഓർ സ്ലോവർ. എന്താണ് കുറെ കൂടെ എന്താണ് ഇപ്പം ഒരു പതുക്കെ സ്ലോയിൽ പോകുന്ന ഇപ്പൊ വാഹനം സൈക്കിൾ ഓടിക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് പെഡലുകളിൽ കുറച്ചുകൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്താണ് വളരെ വേഗത്തിൽ അതിനെ മൂവ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് സൈക്കിളിന്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. ഏതൊരു വേ ആയിക്കോട്ടെ, യു ക്യാൻ മേക്ക് എന്താണ് ആ ബോഡിയുടെ എന്താണ് മോഷനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ റേറ്റ്, മോഷന്റെ റേറ്റ് ശ്രദ്ധിക്കുക, മോഷന്റെ റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ അപ്ലൈ ഫോഴ്സ്. അപ്പൊ നമ്മൾ എത്ര കേസുകൾ പറഞ്ഞു, we can change the state of rest of a body, we can change the state of motion of a body, we can change the direction of a moving body, we can make a moving body move faster or slower. Then അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്, it can change the size or shape of a body, അല്ലെ. ഒരു ബോഡിയുടെ എന്താണ് റിക്വയർഡ്, ഒരു ബോഡിയുടെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ബൈ അപ്ലൈയിങ് എ സ്യൂട്ടബിൾ ഫോഴ്സ്. ഒരു ബോഡിക്ക് എന്താണ് ഒരു സൈസ് അല്ലെങ്കിൽ ഷേപ്പ് ഉള്ള ബോഡിക്കും ഉണ്ട്. എന്താണ് എവരി സോളിഡ് ബോഡി ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. അപ്പോൾ എന്താണ് ബൈ അപ്ലൈയിങ് എ സ്യൂട്ടബിൾ ഫോഴ്സ്, എന്താണ് ഒരു ബോഡിയിൽ ഒരു സ്യൂട്ടബിൾ ഫോഴ്സ്, എല്ലാ ബോഡി എന്താണ് ഒരു സർട്ടൻ ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, അതിന്റെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇഫ് യു അപ്ലൈ എ ഫോഴ്സ് അബോവ് ദാറ്റ് എന്താണ് ആ സർട്ടൻ സ്യൂട്ടബിൾ ലിമിറ്റിനെ അല്ലെങ്കിൽ സർട്ടൻ ലിമിറ്റിനേക്കാൾ കൂടിയൊരു ഫോഴ്സ് നമ്മൾ ആ ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്താൽ വി ക്യാൻ ചേഞ്ച് ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദാറ്റ് ബോഡി. ഇപ്പോൾ റബ്ബർ ബാൻഡ് ഒരു സർട്ടൻ സൈസ് ഷേപ്പ് ഉണ്ട്, അതിനെ ഞാൻ ഫോഴ്സ് അപ്ലൈ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ടൂത്ത് പേസ്റ്റ് അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ട്യൂബിന്റെ ഓപ്പണിംഗിൽ കൂടെ എന്ത് ചെയ്യുന്നത്, പേസ്റ്റ് പുറത്തേക്ക് വരുന്നത്. സോ ഇറ്റ് ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദി ബോഡി. ആ ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യത്തില്ലേ. വാട്ട് എവർ വേ എന്താണ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദി ബോഡി. ബട്ട് ഒരു ഫാക്ടർ ഉണ്ട്, സൈസും ഷേപ്പും ഒക്കെ ഫോഴ്സ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ മാസ് ഓഫ് ദി ബോഡി. ഒരു ബോഡിയുടെ മാസ് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യും. മാസ് റിമെയിൻസ് ദ സെയിം.
എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഏതൊരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ എന്ന് പറയാനും എന്ത് അപ്ലൈ എന്ന് പറയാനും ആ ബോഡിയുടെ മാസ് എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. മാസ് ഓൾവേസ് റിമെയിൻസ് ദ സെയിം ഫോർ എ ബോഡി. ഓക്കെ, ഇനി അടുത്തൊരു കേസ് പറയാണ്. സോ നമുക്ക് എന്താണ് സിംപ്ലി എന്താണ് ഒരു സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് an effort which acting on an object which changes the state of rest or motion of a body, which can change the direction of a body, or which can change the size or shape of a body can be called as force. So clearly onnoda parayam, an effort which can change the state of rest or motion of a body, which can change the direction of a body, or which can change the size or shape of a body is called a force. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഒരു എന്താണ്, ഇറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. എന്താണ്, ഒരു ക്വാണ്ടിറ്റി ആണ് അല്ലെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, നമുക്ക് എന്താണ് അനുഭവപ്പെടാൻ കഴിയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിന് എന്തുണ്ടാകും, ഒരു യൂണിറ്റ് ഉണ്ടാകും അല്ലെ. ഫോഴ്സിന് ഒരു യൂണിറ്റ് ഉണ്ട്. ആൻഡ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് എന്താണ്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. അതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, നമ്മൾ എഴുതുന്നത് സ്മോൾ ലെറ്റർ NE ന്യൂട്ടൺ, NEWTON ന്യൂട്ടൺ. വൈ എന്താണ് സ്മോൾ ലെറ്റേഴ്സ്? നമ്മൾ എപ്പോഴും ഒരു ടൈം എഴുതുമ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഇപ്പോൾ നമ്മളെ പല യൂണിറ്റ്സും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെ പല യൂണിറ്റ്സും എന്താണ് പല സയന്റിസ്റ്റുകളുടെ മരണശേഷമാണ് അവയെ നെയിം ചെയ്തേക്കുന്നത്. സോ അവരുടെ മെമ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ആ യൂണിറ്റിന് പേര് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ നെയിം ചെയ്ത യൂണിറ്റുകൾ ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ നെയിം ചെയ്ത യൂണിറ്റുകളാണെങ്കിൽ ആ യൂണിറ്റുകൾ നമ്മൾ എഴുതുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവും, സ്മോൾ ലെറ്റേഴ്സിൽ എഴുതാം. ബട്ട് സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം. If you write the symbol of that unit, you should write it in capital letters. But if you write the new unit itself, എന്താണ് ഈ വേർഡ്സിൽ അത് എഴുതുമ്പോൾ you should always write in small letters. Small letters മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, റൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതെന്താണ് ഒരു കൺവേർഷൻ ആണ്. സോ ഈ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ വേറെ കുറച്ച് യൂണിറ്റ്സ് ഉപയോഗിക്കുക. അതാണെന്ന് പറയുന്നത് കിലോഗ്രാം ഫോഴ്സ് ഓർ KGF, which is കിലോഗ്രാം ഫോഴ്സ്. കിലോഗ്രാം ഫോഴ്സ് അത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റിന്റെ മെഷർമെന്റ്. അതായത് നിങ്ങൾ പറയുന്ന ഒരു വസ്തു, നിങ്ങൾ പറയാം മാസ് വെയിറ്റ് രണ്ടും ഈക്വൽ ആണെന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. പക്ഷെ രണ്ടും എന്താണ്, രണ്ടാണ്. സോ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ബോഡി. ഒരു ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന എത്രമാത്രം മാറ്റർ ഉണ്ടെന്നുള്ളതിന്റെ ഒരു അളവാണ്. അതിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംപ്ലി ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു വസ്തു എക്സേർട്ട്, ഒരു ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത്. എ വെർട്ടിക്കൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ബോഡി. ഒരു ബോഡി വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്താണ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കിലോഗ്രാം ഫോഴ്സ്. അതായത് 1 കിലോഗ്രാം മാസ് ഉള്ള ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇറ്റ് ഇസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം. അതായത് 1 കിലോഗ്രാം മാസ് ഉള്ള ബോഡി എത്രമാത്രം ഫോഴ്സ് എക്സേർട്ട് ചെയ്യും എന്നുള്ളത് കാണിക്കുന്ന സൂചിപ്പിക്കുന്ന ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത് 1 കിലോഗ്രാം ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ 1 kgf എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. എത്രയാണ്? 9.8 ന്യൂട്ടനോട് ഈക്വലന്റ് ആണ്. ക്ലിയർ ആവുന്നത്? അതായത് 1 ന്യൂട്ടൺ ആണെന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ്. അത്തരത്തിൽ 9.8 1 കിലോഗ്രാം മാസ് ഉള്ള ഒബ്ജക്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? 9.8 ന്യൂട്ടൺസ് ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി വേറൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ഗ്രാം ഫോഴ്സ്. അതായത് 1 ഗ്രാം ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനാണെന്ന് പറയുന്നത് ഗ്രാം ഫോഴ്സ്. അത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 980 ഡൈൻ ആണ്. അത് ഈക്വൽ ടു എന്താണ്? 980 ഡൈൻസ് ആണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ സീരിയസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 980 ഡൈൻസ് ആയിട്ട് മാറും. ക്ലിയർ? സോ അപ്പോൾ നമ്മളിപ്പോൾ ഫോഴ്സ് പറഞ്ഞു, ഫോഴ്സിന്റെ എഫക്ട്സ് പറഞ്ഞു. then we move on to the യൂണിറ്റ് എന്താന്ന് പറഞ്ഞു. ഇനി ഫോഴ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. 2 ടൈപ്പ് ഫോഴ്സുകളാണുള്ളത്. they are one is types of force തന്നെ 2 തരത്തിലുള്ള ഫോഴ്സ് ആണുള്ളത്. 1 കോണ്ടാക്ട് ഫോഴ്സ്. ക്ലിയർ? കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. 2 നോൺ കോണ്ടാക്ട് ഫോഴ്സ്. Clear? There are 2 types of force. One is contact force and the other one is non-contact force. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്? ആക്ച്വൽ, അതായത് ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഇഫ് there is an actual contact between 2 bodies. അതായത് ഇപ്പോൾ ഞാൻ ഒരു വസ്തുവിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എനിക്ക്
ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വസ്തുവിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എനിക്ക് കൈ ഇങ്ങനെ കാണിച്ചാൽ ഇതാണ് മാജിക് വഴി എനിക്ക് എന്ത് ചെയ്യണം, അതിനെ മൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ നോട്ട് മൂവ് ദാറ്റ് ഒബ്ജക്ട് ഐ ഹാവ് ടു അപ്ലൈ ഫിസിക്കൽ ഫോഴ്സ്, എന്താണ് അതിനെ എന്ത് ചെയ്യാൻ, ടച്ച് ചെയ്യണം, കോണ്ടാക്റ്റിലേക്ക് വരണം. സോ അത്തരത്തിൽ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് വി ഹാവ് ടു അപ്ലൈ സർട്ടൻ കോണ്ടാക്ട്. ഇഫ് ദർ ഇസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു ബോഡീസ് ഇൻ ദ ഡ്യൂ ടു എന്താണ് ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു ബോഡീസ് then such type of forces are called contact force. അത്തരത്തിലുള്ള ഫോഴ്സുകളാണെന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സ്. അതിന് എക്സാമ്പിൾസ് ആണ്, കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ് എന്താണ്, ഒന്ന് മസ്കുലാർ ഫോഴ്സ്. എന്താണ്, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എടുത്തുയർത്തുന്നു അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യുന്നു, അപ്പോൾ എന്താണ് നമ്മൾ എഫേർട്ട് ഇടുവാണ്. സോ ദാറ്റ്സ് കോൾഡ് മസ്കുലാർ ഫോഴ്സ്. നമ്മുടെ എഫക്ട് വഴി ഞാനിപ്പോ എന്താണ് ഈ ഒരു ഒബ്ജക്റ്റിനെ എടുത്തുയർത്തി, ഓക്കെ, ഇതിനെ എടുത്തുയർത്തുമ്പോൾ എന്താണ് എന്റെ മസിൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്തായിരുന്നു ഒരു കോണ്ടാക്ട് ഉണ്ട് അല്ലെ, അല്ല ഞാൻ വായുവിൽ നിർത്തിയേക്കല്ലോ, അല്ല. സോ there is contact between the two bodies, so which is എന്താണ് ഒരു കോണ്ടാക്ട് ഫോഴ്സ്, മസ്കുലാർ ഫോഴ്സ് an example for contact force. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ ഫോഴ്സ്. എന്താണ് മെക്കാനിക്കൽ ഫോഴ്സ്? അവിടെ എന്തുണ്ട്, ഇപ്പൊ ഒരു സൈക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ മസ്കുലാർ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. പക്ഷെ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ബ്രേക്ക് പെഡൽസ് എന്ത് ചെയ്യുന്നു, ആ വീലിലേക്ക് കയറി അറ്റാച്ച്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഫോഴ്സ് ഇസ് എക്സേർട്ട് ബൈ ദ മെക്കാനിക്കൽ പാർട്സ്. ആ മെക്കാനിക്കൽ പാർട്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ബോഡിയെ എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. സോ ദർ ഇസ് കോണ്ടാക്ട്, അവിടെ എന്തുണ്ട്, കോണ്ടാക്ട് ഉണ്ട്. സോ മെക്കാനിക്കൽ ഫോഴ്സ് ഇസ് എക്സാമ്പിൾ ഫോർ കോണ്ടാക്ട് ഫോഴ്സ്. അനദർ വൺ ഈസ് ഫ്രിക്ഷൻ. എന്താണ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്താണ് ഫ്രിക്ഷൻ? ഇപ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ അറിയാം, നിങ്ങൾ കുറെ കാലം നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ചെരുപ്പ് ഉപയോഗിച്ചിട്ട് ഇഫ് യു ആർ യൂസിങ് സാൻഡൽസ്, ആഫ്റ്റർ എ ലോങ് ടൈം എന്താണ് നിങ്ങളുടെ സാൻഡൽസിന്റെ ബേസ് എന്ത് ചെയ്യും, തേഞ്ഞ് എന്ത് ചെയ്യും, അത് വളരെ ചെറുതായി മാറും. ബിക്കോസ് എന്താണ് ഇറ്റ് ഇസ് ദ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ദ ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ടു സർഫസസ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ടു സർഫസ്. അതായത് ഒരു സർഫസിലൂടെ മുകളിലൂടെ നമ്മൾ മറ്റൊരു ബോഡി, അതായത് ഇപ്പോൾ ഞാൻ ഇത് റബ്ബ് ചെയ്യുന്നു, ഈ റബ്ബ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ എന്താണ് ഇത് സ്മൂത്ത് ആയിട്ട് ഇവിടെ ഓടുന്നില്ല. ഐ ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് ബിക്കോസ് ഞാൻ ഈ സർഫസിന് മുകളിൽ കൂടി ഈ വസ്തു മൂവ് ചെയ്യിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു വിച്ച് പ്രിവെന്റ്സ് ഓർ ഒപ്പോസസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദിസ് ഒബ്ജക്ട്. ഈ ഒബ്ജക്ട് മൂവ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെയാണെന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത്തരത്തിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാല് വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പഴത്തുലയെ ചവിട്ടിയ പോലെ അല്ലെങ്കിൽ എണ്ണയെ ചവിട്ടിയ പോലെ എന്ത് ചെയ്യും, വീഴും. ബിക്കോസ് ദർ ഇസ് നോ ഫ്രിക്ഷൻ. സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഏബിൾ ടു മൂവ്. നമുക്കൊരു എന്താണ് സ്വന്തമായി നടക്കാൻ അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസും ഫ്രിക്ഷൻ കൊണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എഫക്ട്സ് നമ്മൾ ഈ ചാപ്റ്റർ ലാസ്റ്റ് നമ്മൾ കുറെ കൂടെ ബ്രോഡർ ആയിട്ട് അല്ലെങ്കിൽ വൈഡർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അത് അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നു, നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ കാര്യം പറയും. ഇനി നമുക്ക് എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്, റൈറ്റ്? വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതായത് ഇപ്പോൾ ഒരു എഫക്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട വരുമ്പോൾ അവിടെ ആക്ച്വൽ കോണ്ടാക്ട് ബോഡീസിനിടയ്ക്ക് if there is no actual contact between the bodies, then such type of body force we can call as non contact force. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. നോൺ കോണ്ടാക്ട് ഫോഴ്സിന് 3 എക്സാമ്പിൾസ് ഉണ്ട്. അവയെ എന്താണ് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, then magnetic force, the final one is gravitational force. These are the examples of, these are the 3 non-contact force. ഇവയാണെന്ന് പറയുന്നത് 3 non-contact force. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമുക്ക് അറിയാം, നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, there is charges അല്ലെ, പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള 2 ചാർജുകളുണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവെക്കണമെന്നില്ല. ഇവയ്ക്കിടയിൽ ഒരു എന്താണ് ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അവയ്ക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാണാം. എന്നാൽ 2 പോസിറ്റീവ് ചാർജുകൾ ഒരുപോലെയുള്ള 2 ചാർജുകളെ കൊണ്ടുവച്ചാൽ അവ എന്ത് ചെയ്യുന്ന കാണാൻ സാധിക്കും, റിപ്പൽ ചെയ്യുന്ന കാണാം. അപ്പോൾ അത്തരത്തിൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ എന്താണ് ചാർജസ്, 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾസീവ് ആയിട്ടുള്ള ആ എഫക്റ്റിനെയാണ് ഫോഴ്സിനെയാണ് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതിനെന്താണ് അവയെ കോണ്ടാക്റ്റിൽ അവയെ തമ്മിൽ കൂട്ടിമുട്ടിക്കണമെന്നില്ല. there is no need for contact to എന്താണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിസിബിൾ ആവണമെങ്കിൽ വേണമെന്നില്ല. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. another one is എന്താണ് a magnetic force, the force exerted by a magnet or magnetic substance exert ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫോഴ്സ്. നോക്കാം, ഇതൊരു പെയർ ഓഫ് ഹെഡ്ഫോൺസിന്റെ എന്താണ് ഇതെന്താണ് മാഗ്നറ്റിക് കൺട്രോൾഡ് ആണ്. നോക്കാം, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സർട്ടൺ ലിമിറ്റിൽ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ കണ്ടോ ഇത് കയറി ഒട്ടുന്നു. ഞാൻ ഇതിനെ കൂട്ടിമുട്ടിക്കുന്നില്ല, ബിക്കോസ് ഒരു സർട്ടൺ കോണ്ടാക്ട് ഒരു ഡിസ്റ്റൻസ് അടുത്തെത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇത് കയറി അട്രാക്ട് ആവുന്നു. അപ്പോൾ എന്താണ് ആ ഫോഴ്സ് എക്സേർട്ട് ആവാൻ ഇതിനെ തമ്മിൽ മുട്ടിക്കണമെന്നില്ല, ഇത് കയറി
അട്രാക്റ്റഡ് ആയിരിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു certain ഡിസ്റ്റൻസ് അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി, ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു കയറി ജോയിന്റ് ആവും. സോ ദാറ്റ് ഇസ് എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്. അതായത് മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ കയറി എന്താണ് അവിടെ കാണിക്കുന്ന ഒരു ഫോഴ്സിനാണ് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ഗ്രാവിറ്റേഷൻ. മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റിസം നമ്മൾ 6th chapter, I think we studied in 6th chapter. So last one is gravitational force. Gravitational force എന്താണെന്ന് നിങ്ങൾ കാണും. ഒരു മാങ്ങ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മാങ്ങ പറിച്ചിട്ട് താഴേക്ക് വീഴുന്നു, ചക്ക, തേങ്ങ, അല്ലെങ്കിൽ ഒരു സാധനം എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹൈറ്റിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനെ ലൂസ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പതിക്കുന്നു. ഏതൊരു ഒബ്ജക്റ്റും ഞാൻ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പതിക്കുന്നു. എന്താണ് എർത്തിന്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്ക് കാണാൻ കഴിയാത്ത പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോഴ്സ് ആണെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്തിന്റെ കേസിൽ മാത്രമല്ല, ഈ യൂണിവേഴ്സിൽ ഏതൊരു ബോഡീസ് ഉണ്ട്. It is the force of attraction between any two objects in this entire universe. ഈ യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് ഒബ്ജക്ട്സുകൾക്കും ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ ആണ്? ഗ്രാവിറ്റേഷൻ ഒരു പ്യൂർലി അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എന്താണ് റിപ്പൾസീവ് ഫോഴ്സ്. they are both attractive and repulsive. അവ എന്താണ് അട്രാക്റ്റീവ് നേച്ചർ കാണിക്കുക, റിപ്പൾസീവ് നേച്ചർ കാണിക്കുക. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഓൾവേസ് എന്താണ് അട്രാക്റ്റീവ് നേച്ചർ ആണ് കാണിക്കുന്നത്. അതായത് എർത്തിന് എന്തുകൊണ്ട് ഗ്രാവിറ്റി ഉണ്ട്. എന്താണ് ഇറ്റ് അട്രാക്ട്സ് ഓൾ ബോഡീസ് ടുവേർഡ്സ് ഇറ്റ് സെന്റർ. എന്താണ് എല്ലാ ബോഡീസിനും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ബട്ട് അതൊരു വീക്ക് ഫോഴ്സ് ആണ്. അത് വളരെ അട്രാക്ട് ചെയ്യുന്നതാണ്. ഒരു മാഗ്നറ്റ് സബ്സ്റ്റൻസ് ഒട്ടിപ്പിടിക്കുന്ന കാലത്ത് അത്രയും ഒരു ഹയർ ഫോഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ദർ ഇസ് എ ഫോഴ്സ്, ഇനഫ് ഫോഴ്സ് വിച്ച് മേക്സ് എ ബോഡി എന്താണ് ഒരു വെർട്ടിക്കൽ എർത്തിന്റെ സർഫസിലേക്ക് തന്നെ നിൽക്കാൻ സഹായിക്കുന്ന എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എ non-contact force. So we have discussed about the types of force, contact and non-contact forces. So നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ എന്താണ് ഈ ഒരു ഡിസ്കഷൻ എൻഡ് ചെയ്യാം. സോ ഇനി നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഫ്രിക്ഷനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞ കോണ്ടാക്ട് ഫോഴ്സിലെ ഫ്രിക്ഷൻ, ആ ഫ്രിക്ഷൻ എങ്ങനെ പലതരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്, ആ ഫ്രിക്ഷൻ എങ്ങനെ ഓവർകം ചെയ്യാം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ദീസ് ആർ ദ ടോപ്പിക്സ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ ദ കമ്മിങ് സെക്ഷൻസ്. അത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുവരേക്കും ഐ തിങ്ക് നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട്. സോ അണ്ടിൽ ദെൻ അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ. സോ everybody stay home, stay safe, bye.